ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോക്കനട്ട് ദോശയാണ്. ഉഴുന്ന് ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പഞ്ഞി പോലത്തെ ദോശ നമുക്ക് തേങ്ങയും അരിയും വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഇഡ്ഡലി ദോശയുടെ പച്ചരി ഞാൻ 4 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അരി ഇട്ടപ്പോൾ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കാം. അരി നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ദോശയ്ക്കായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അവൽ വെള്ളയായാലും കുഴപ്പമില്ല, ബ്രൗൺ കളറായാലും കുഴപ്പമില്ല. ഈ അവലിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് സമയം കഴിയുമ്പം നല്ലതായിട്ട് കുതിർന്നു വരും. നമുക്കിനിയും ദോശയ്ക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം കംപ്ലീറ്റ് പോകാനായിട്ട് വെച്ചിരുന്ന ഈ അരി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുതിരാനായിട്ട് വെച്ചിരുന്ന അവലും കൂടി ഇട്ട് കൊടുക്കാം. അരയ്ക്കാനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ച് നമുക്ക് ദോശയുടെ മാവ് നമുക്കൊന്ന് അരച്ചെടുക്കാം. മാവ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇച്ചിരൂടെ കുറുകിയിരിക്കുകയാണ്. മിക്സി കഴുകി ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പരുവമാണ്. നമുക്ക് ഈ ദോശയുടെ മാവ് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഈ മാവൊന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കൊന്ന് ക്യാമറ സ്റ്റക്കായിപ്പോയതാണ്. നോക്കിയാൽ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ദോശ ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് അടച്ചു വെച്ച് ദോശയൊന്ന് വേകാൻ വെക്കാം. ഈ ദോശ ഞാൻ തിരിച്ചിടുന്നില്ല. മേളിൽ എണ്ണയോ നെയ്യോ വെല്ലം തടവി നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഓയിലൊന്നും പരട്ടുന്നില്ല. ദോശയിൽ ആവശ്യത്തിന് ഹോൾസൊക്കെ വീണേക്കുന്നത് കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദോശ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ചുട്ടെടുക്കാം. ഈ ദോശ നല്ല സോഫ്റ്റാണ്. ഉഴുന്നോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഈ ദോശയുടെ കൂടെ ചമ്മന്തിയോ സാമ്പാറോ എന്ത് വേണേലും കൂട്ടി കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.